ഹലോ മാം, ക്ലാസ് തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. തുടങ്ങിയിട്ടില്ല. ആരെ അനക്കൊന്നുമില്ലല്ലോ, കേക്കാൻ വയ്യേ? മേഡം എത്തിയിട്ടുണ്ടോ? അറിയാൻ വയ്യല്ലേ. റെക്കോർഡിംഗ് ആണ്. ഇപ്പൊ കാണാനില്ലല്ലോ. തുടങ്ങിയിട്ടില്ല. ആരും വന്നില്ലെന്ന് തോന്നുന്നു. മേഡം എത്തിയിട്ടില്ല. റെക്കോർഡിംഗ് കാണിക്കുന്നുണ്ട്. 10:30 കഴിഞ്ഞു. ക്ലാസ്സില്ലേ? സ്റ്റാർട്ട് ചെയ്തില്ല ഇതുവരെ. മേഡം എത്തിയിട്ടില്ല. 10:30 കഴിഞ്ഞു. ക്ലാസ് ഉണ്ടാവോ? ഉണ്ടാകും, ഉണ്ടാകാതിരിക്കെ. ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. സാറ് വന്നായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് സെർവർ ബിസി ആയിരിക്കും മിക്കവാറും. സാർമാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടില്ലായിരിക്കും. ഇത്രയും പേരെ എല്ലാം കൂടെ കണക്ട് ചെയ്യണ്ടേ. ഈ ജെസ്സിയുടെ സൗണ്ട് ഓൺ ആണ് കേട്ടോ. ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. മഴയുടെ സൗണ്ടാണ് തോന്നുന്നത്. എവിടെയോ വെള്ളം ഇറ്റിച്ച് വീഴുന്നുണ്ട് മഴയുടെ. കൂട്ടി ക്ലാസിന്റെ സമയം മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 1:30 ആക്കിയെന്നാണ് ഇപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത്. മെസ്സേജ് ഒന്നും
മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. ആര് പറഞ്ഞേ? എടുത്ത് പറഞ്ഞു ഓക്കെ. Good morning, ma'am. Good morning. Good morning, madam. Good morning, madam. Good morning, ma'am. Good morning. ഗുഡ് മോർണിംഗ് മാഡം. Good morning, madam. Morning, madam. Good morning, ma'am. ഗുഡ് മോർണിംഗ് മാം. Good morning, madam. Good morning, madam. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Hello, good morning. Good morning, madam. ഗുഡ് മോർണിംഗ്. Good morning, ma'am. Good morning, ഗുഡ് ma'am. മോർണിംഗ്. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. No, clear ആകുന്നില്ലല്ലോ. ഇവിടെയാണോ റിജോ? നോട്ട്. Hello, good morning. Once again, welcome all. Thank you. ഗുഡ് മോർണിംഗ് മാം. Good morning, ma'am. ഓക്കെ, അപ്പൊ നമ്മളെ കുറച്ച് പോയിട്ടുണ്ട്, ഒരു 7 minutes പോയിട്ടുണ്ട്. സോറി, കാരണം അതായത് നമ്മളെ കുറച്ച് അധികം പേര് ജോയിൻ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കത് കണക്ട് ആകാനും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനും കുറച്ച് ടൈം എടുത്തതാണ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. It's okay, ma'am. ഓക്കെ, ഇനി നമുക്കില്ലേ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് ക്ലാസ്സിന് മുമ്പ് പറഞ്ഞേക്കട്ടെ. ഐ തിങ്ക് ഏകദേശം കുറച്ച് നിങ്ങൾക്ക് തരുന്ന ടോപ്പിക്സ്, അതായത് നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ എന്താ പറയാ തന്നിട്ടുണ്ടായിരിക്കും. സൗണ്ട് ക്ലിയർ ആണോ? എന്റെ Yes, ma'am. സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? Yes, ma'am. Clear ആണ്. സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഓരോ ടോപ്പിക് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് തരും. അപ്പൊ ടീച്ചേഴ്സ് ഏത് ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നതെന്ന് അവര് ജസ്റ്റ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇൻഫോം ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാവുന്നതായിരിക്കും കുറച്ച് നല്ലത്. അല്ലാതെ ഫോണിൽ തന്നെ നോക്കിയിരുന്ന് പഠിക്കാന്നുള്ളത് അത് നമുക്ക് എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യവുമല്ല തന്നെ. നമുക്കത് അതിനേക്കാളും ബെറ്റർ നമ്മൾ അതിന്റെ PDF എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും എടുത്തെടുത്ത് വായിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് നിങ്ങൾ PDF എടുത്താൽ മതി, അല്ലാതെ ഇതായിട്ട് ഒരുമിച്ച് എടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ 1 ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ജസ്റ്റ് ഇപ്പൊ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. അപ്പൊ ഓരോരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ എടുക്കുന്നത് ഏതാണോ ആ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് ക്ലാസ്സിന് കയറിയാൽ മാത്രം മതി. അല്ലെങ്കിൽ എന്താ പറ്റാന്നറിയോ, ഇത് ഭയങ്കര ബേർഡൻ ആയി പോകും. നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാനായിട്ട് ബേർഡൻ ആകും. അപ്പൊ ടീച്ചേഴ്സ് തന്നെ മെൻഷൻ ചെയ്യുന്ന ചാപ്റ്റർ ആണ്. ഇപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വിച്ച് ചാപ്റ്റർ ദേ ആർ ടേക്കിംഗ്. സോ അതനുസരിച്ച് നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ടുകൾ എടുത്ത് വെക്കാം. ആൻഡ് യു ക്യാൻ റെഫർ ഇറ്റ്. അതനുസരിച്ച് നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് നോക്കാനും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മള് ക്ലാസ് നമ്മളിവിടെ നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഓൾ യു ഹാവ് ടു മ്യൂട്ട് ഇറ്റ് അല്ലെ. നിങ്ങളുടെ സൗണ്ടുകൾ ഒന്ന് മ്യൂട്ട് ചെയ്യാം, അതർവൈസ് അത് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവും. ഞാനിവിടെ പറയുമ്പോൾ അത് എക്കോ പോലെ അവിടെ അങ്ങോട്ട് തന്നെ വരുമ്പോൾ അത് തമ്മിൽ ക്ലാഷ് ആയി നിങ്ങൾക്ക് ക്ലിയർ ആകില്ല, പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ക്ലിയർ ആകില്ല. സോ ആഫ്റ്റർ ഈച്ച് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ആ ഒരു പോർഷൻ ഒന്ന് വായിക്കാനായിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും.
നിങ്ങളുടെ നോട്ടുകൾ. അപ്പൊ ആ ഡിസ്പ്ലേ ചെയ്യുന്ന നോട്ടുകൾ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നോട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ടാണ് എനിക്കറിയാം. സോ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ സ്ക്രീനിൽ അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ നോട്ടുകളിലേക്ക് നോക്കി അത് വായിച്ചു നോക്കുക. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ലാസ്റ്റ് ചോദിക്കാം. ഇപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഡൗട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ ചോദിക്കുമ്പോൾ ആ ഡൗട്ട് തന്നെയായിരുന്നു എനിക്ക് എന്നുണ്ടെങ്കിൽ സോ അവിടെ വേറെ ഒരു ക്വസ്റ്റ്യന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. ആ ഒരു പോർഷൻ വായിക്കാൻ പറയുമ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ക്ലിയർ ഇറ്റ്. അത് വായിച്ചു നോക്കി നിങ്ങൾ നേരെ ക്ലിയർ ചെയ്ത് പോവുക. അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയി നമ്മുടെ ടോപ്പിക്സ് തീർക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ സോ അത് യു ഹാവ് ടു ബി കെയർഫുൾ. അതിന് കെയർഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ അന്നാന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ അന്ന് തന്നെ വീട്ടിൽ പോയിരുന്ന് നമ്മൾ അത് സ്വന്തമായിട്ട് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തീർത്തു പോകാൻ പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇതിനൊരു എൻഡിങ്ങും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഇംപ്രഷൻ പോലെ തന്നെ നിങ്ങൾ അവസാനം വരെ കൂടെ ഉണ്ടാകണം, ഞങ്ങളും ഒപ്പം ഉണ്ടാകും. ഓക്കെ, അപ്പോ നമ്മളൊരു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. നമുക്ക് എല്ലാം എന്താ പറയാ, നമ്മൾ ഗോഡിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം, ഒരുമിച്ച് പോകാം. 6 months നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കും. നിങ്ങളും അതിന് ഒപ്പം സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ പോകണം. ഓരോ ടീച്ചേഴ്സും എടുക്കുന്ന ടോപ്പിക്സ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, ആ ഒരു ടീച്ചറിന്റെ ടോപ്പിക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്റെ പേര് നിഷ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. സോ ആ ക്ലാസ് ഏതൊക്കെയാ ചാപ്റ്റേഴ്സ് എടുക്കുന്നത് എന്ന് നോട്ട് ചെയ്ത് വെക്കാനും, ആ ചാപ്റ്ററിൽ എക്സ്ട്രാ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തരുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരിൽ ഒരു നോട്ട് ബുക്ക് നിങ്ങൾ തയ്യാറാക്കി വെക്കാം. ഒരു 3-4 ബുക്സ് അതിനു വേണ്ടി നിങ്ങളൊന്ന് എടുത്തു വെക്കാം. ബുക്സോ അല്ലെങ്കിൽ ചില ആളുകൾ ഇങ്ങനെ എന്താ പറയാ ഷീറ്റിൽ എഴുതിയിട്ട് അത് പിൻ ചെയ്ത് വെക്കോ. അതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ബുക്ക് തന്നെയായിരിക്കാം അല്ലെ. അപ്പൊ ബുക്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. കുഞ്ഞു ചില എക്സ്പ്ലനേഷൻസ് ചിലപ്പോൾ ഇതിന്റെ ഈ ഇൻസൈഡിൽ നിന്ന് നമുക്ക് പുറത്തുനിന്ന് തരേണ്ടി വരും. സോ അത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതങ്ങനെ ടീച്ചേഴ്സിന്റെ പേര് എഴുതി തന്നെ നോട്ട് ചെയ്ത് വെക്കാം. എന്റെ പേര് പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നിഷ. അപ്പൊ എന്റെ പേരിൽ ഒരു നോട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഇന്നിപ്പോ ഉണ്ടാകും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈം ടേബിളിൽ തന്നെ സമയത്ത് തന്നെ ആയിരിക്കും കേട്ടോ ക്ലാസ്സുകളൊക്കെ നടത്തി. ഇപ്പൊ തന്നെ ഇവിടെ നമ്മളിവിടെ ഇരുന്ന് കേൾക്കണ്ടായിരുന്നു, ക്ലാസ് തുടങ്ങാൻ വൈകിയപ്പോ ടൈം മാറ്റിയിരുന്നോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും മെസ്സേജസ് വരിക. അല്ലാതെ ഒരാൾക്കും 2 ആൾക്കും മാത്രമായിട്ടൊന്നും ഉണ്ടാവില്ല മെസ്സേജ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇൻ കേസ് ഏതെങ്കിലും തരത്തിൽ ചെറിയ മാറ്റങ്ങളോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ടൈം ടേബിൾ അങ്ങനെ ചേഞ്ചസ് വരാറില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് എല്ലാവരും ടീച്ചേഴ്സ് അവരവരുടെ ടോപ്പിക്സ് എടുക്കാൻ വേണ്ടി വരിക. സോ വട്ട് എവർ ഇറ്റ് മേ ബി. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്ന ഒരു കോഴ്സിന്റെ പേരറിയാലോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നും അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞു. ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ നമുക്കറിയാം ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതൊന്നുമല്ല അവിടെ എന്നിട്ടില്ലേ സിംഗാച്ചാറോ. ഓക്കെ, അപ്പോ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മളിപ്പോ പഠിക്കാൻ പോണേ അല്ലെ. അപ്പൊ അതിലേക്ക് നമ്മൾ പതുക്കെ നമ്മുടെ സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഇത് പഠിക്കുകയും നല്ല രീതിയിൽ അതില് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി മാറുകയും ചെയ്യട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രേയേഴ്സും എല്ലാം ഒപ്പം ഉണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. തുടങ്ങാലോ. യെസ്, നമ്മൾ തുടങ്ങാണ്. നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഏതാണ് ചാപ്റ്ററിന്റെ പേര്? കണ്ടോ, ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ സ്ക്രീൻ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് സ്ക്രീനിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടോ? പറ്റില്ല. കാണുന്നുണ്ട് മാം. കാണുന്നുണ്ടെന്നാണല്ലോ പറയണേ. കാണുന്നുണ്ട്. മാമിനെ തന്നെ കാണുന്നില്ലേ? കാണാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് മാമിനെ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ സ്ക്രീനും കാണുന്നില്ല. ഉണ്ടല്ലോ, കാണുന്നുണ്ട്. അല്ല, ഈ മറ്റേ എനിക്ക് ഡൗട്ട് ഇവിടെ കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തേ. അപ്പൊ അന്നേരം ഇവരെല്ലാരും പോകണല്ലോ. അല്ലടാ, കാണുന്നുണ്ട്.
ആരും കാണാൻ പറ്റില്ല. കുറച്ചു പേർക്ക് കാണുന്നില്ല മാം, ചിലർക്ക് മാത്രമേ കാണുന്നുള്ളൂ. കാണുന്നില്ല മാം. നിങ്ങൾക്കൊന്നും കാണുന്നില്ല. ഒരു സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക് നീക്കിത്തരുന്നു. നിങ്ങൾ ആരും അവിടെ നോട്ട് ഷെയർ ചെയ്യരുത് കേട്ടാ. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട അവിടെ. അങ്ങനെ ചെയ്തു കഴിയുമ്പോ ചില ആളുകളുടെ കിട്ടില്ല, ആളുകൾക്ക് കിട്ടില്ല. ഇത് ചെറുതാക്കിട്ട് സ്ക്രീൻ കാണുന്നുണ്ട്. നിങ്ങൾ നീക്കിടാൻ പറ്റുമോ? മറ്റേ സിസ്റ്റത്തിൽ എനിക്ക് അങ്ങനെ പറ്റുമായിരുന്നു. പറ്റില്ല. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? നോക്കിയേ. ഇല്ല മിസ്, എനിക്ക് കാണുന്നുണ്ട് മിസ്. കാണാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കാം. അന്ന് എക്സിറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഒന്നുകൂടി ജോയിൻ ചെയ്തിട്ട് അപ്പൊ കിട്ടും. എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യുമ്പോ ക്ലിയർ ആകും, കിട്ടും എന്നുള്ളതാണ് കേട്ടാ. അത് കിട്ടാത്തത് നെറ്റിന്റെ ഇഷ്യൂ തന്നെ ആകാൻ സാധ്യതയുണ്ട്. നമ്മള് കുറെ അധികം പേർക്കൊക്കെ കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് അത് ക്ലിയർ ആയിട്ട് അവിടെ ഉണ്ട് എന്നാണ്. നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിട്ട് നോട്ട് ഷെയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് കൊടുക്കുക. ഓക്കെ, പിന്നെ വേറെ ആരോ അവിടെ നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. പോയി അത് പിന്നെ സ്ക്രീൻ ഷെയർ കാണുന്നുണ്ട് മാം. എക്സിറ്റ് ആയിട്ട് ജോയിൻ ചെയ്തപ്പോൾ കാണുന്നുണ്ട് മാം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. അശ്വതി അരവിന്ദ് ഒന്ന് പ്രസന്റേഷൻ മാറ്റാമോ? കാണുന്നില്ലല്ലോ മാം. അതവിടെ വേറെ ആരോ ഷെയർ ചെയ്തു, അതുകൊണ്ടാ. വീണ്ടും പോയി മാം. ഇപ്പൊ കാണുന്നുണ്ട് മാം. കാണുന്നുണ്ട്. ഓക്കെ മാം. കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യുമ്പോഴാണ് ഇത് ഇവിടുത്തെ പ്രസന്റേഷൻ പോകുക. അപ്പൊ ഇനി അങ്ങനെ ചെയ്യരുത്. ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നിങ്ങളെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇത് സ്ക്രീൻ മൂവ് ആവണില്ലല്ലോ. മൂവ് ആവണില്ല. പിന്നെയും പോയില്ലേ? കാണാൻ പറ്റുന്നില്ലല്ലോ. കാണുന്നുണ്ട്. കാണുന്നില്ല. ശരിക്കും നോക്ക്, കാണണ്ടോന്ന്. കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാം. ഇനി നമ്മുടെ സമയം പോകും. സമയം പോയി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. സോ വി ആർ സ്റ്റാർട്ടിംഗ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാം. പ്ലീസ് മ്യൂട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ടീച്ചറെ ആരൊക്കെ ഉണ്ടാകണേ? ഞാൻ ടീച്ചർ കേക്കണ്ടോ? കേക്കണ്ട്. എനിക്കൊരു ഡൗട്ട്. ഇതൊക്കെ നിങ്ങളെ ഗ്രൂപ്പിലെ PDF ആയിട്ട് അയച്ചു തരോ? മൈ ഗോഡ്, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കയറിയിരുന്നോ? കുറച്ച് വൈകി പോയി. അപ്പൊ നമ്മള് എടുക്കുന്ന ക്ലാസ്സുകൾ ഇവിടെ റെക്കോർഡഡ് ആണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇതിപ്പോ എല്ലാവർക്കും ഇപ്പൊ ഇതിനകത്ത് ഈ കോഴ്സിൽ പങ്കെടുക്കാൻ കയറിയവർക്ക് എല്ലാവർക്കും തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഞങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ അവർക്ക് എന്തായാലും ക്ലാസ് വേണ്ടേ? തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങളുടെ ക്ലാസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്ത്. ടീച്ചറെ റെക്കോർഡല്ല. റെക്കോർഡ് പോയോ? റെക്കോർഡല്ല ടീച്ചറെ. അത് ഈ ചാപ്റ്റർ 5 ഇല്ലേ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റല്. പോലെയുള്ള ചാപ്റ്റേഴ്സ് ഞങ്ങക്ക് PDF ആയിട്ട് അയച്ചു തരുമെന്ന്. മറ്റേ ഞങ്ങക്ക് പേപ്പർ. ക്ലാസ് എത്ര മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ചോദിക്കുന്ന ആൾ ക്ലാസ് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ 10:30 സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. നിങ്ങളത് അവിടെ തുടങ്ങി ലൈവ് പോയി കണ്ടിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി കേട്ടാ.
ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. പ്ലീസ് മ്യൂട്ട് ചെയ്യാട്ടെ. ഇനി ഇതെല്ലാം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് ഇത് ഇന്നിപ്പോ തുടങ്ങിയപ്പോ ക്ലാസിന്റെ കാര്യത്തെ കുറിച്ചും നോട്ട്സിനെ കുറിച്ചിട്ടും ക്ലാസ്സുകൾ നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ 10:30 ക്ലാസ്സിന് 10:45 11 മണിക്കോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു കോപ്പറേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് പോയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. 10:30 ക്ലാസ്സിൽ ഇടയിൽ കയറിയിട്ട് പ്ലീസ്, നമ്മളെ എല്ലാവർക്കും അത് ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. സോ എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കുക. ഇനി ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഇടയ്ക്ക് ഞാൻ ഒരു ഇത്തിരി സമയം തരും. ആ സമയത്ത് നിങ്ങൾക്ക് നോട്ട്സ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വായിച്ചു നോക്കുക. അതിനുശേഷം അവിടെ എന്തെങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. അതർവൈസ് മ്യൂട്ട് ആയിട്ട് തന്നെ ഇരിക്കുക. എല്ലാവർക്കും ഡൗട്ട്സ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ക്ലാസ്സിൽ തന്നെ പറയാൻ പോകുന്നുണ്ട്. സോ വലിയ ഡൗട്ട്സ് ഒന്നും വരാനായിട്ട് സാധ്യതകളില്ല. ഇന്നിപ്പോ ഫസ്റ്റ് ക്ലാസ് ആണ്, ഇത്തിരി വൈകും. അത് അറിയാലോ, ഇന്ന് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയതും. ഇത്തിരി കുട്ടികൾ നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് എന്റെ 1 മിനിറ്റ് ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ 200 സംതിങ് കുട്ടികളുണ്ട്. അവരുടെയൊക്കെ ഓരോ മിനിറ്റ് 200 മിനിറ്റ്സ് അവിടെ എന്താ പറയാ ഡിലേ ആകുന്ന അല്ലെങ്കിൽ പോകുന്നുണ്ട്, നഷ്ടമാകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. സോ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതാണ് ഞാൻ തുടങ്ങുന്ന ആദ്യത്തെ ചാപ്റ്റർ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. വിത്ത് പെന്നോടുകൂടി നിങ്ങൾ നോട്ടുമായിട്ട് ഇരിക്കാം. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ലെക്ചർ നോട്ടൊക്കെ എഴുതാറില്ലേ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ, അതുപോലെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. So we are going to study which are the different departments in a hospital. നമുക്കറിയാം in a hospital, ഒരു ഹോസ്പിറ്റലിൽ there are different departments അല്ലെ. ഓരോ ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ according to the size of the hospital, according to the technologies provided by the hospitals are divided into many types. ഒത്തിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്, സാധാ ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ, ചെറുതായിട്ടുള്ളതുണ്ട്, മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. അതായത് മൾട്ടി ആയിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ കിട്ടാവുന്ന അവൈലബിൾ ആകുന്ന രീതിയിലും ഒക്കെ ഹോസ്പിറ്റൽസുകൾ ഉണ്ട്. അപ്പൊ അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ടെക്നോളജീസ് വിച്ച് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽസിൽ അതുപോലെ തന്നെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. നമുക്ക് പറയാം ഹോസ്പിറ്റൽസിലെ ഡിപ്പാർട്ട്മെന്റുകളെ different departments in there, and broadly these departments in a hospital are divided into 3. 3 ആയിട്ടാണ് ഈ ഹോസ്പിറ്റൽസിലെ ഡിപ്പാർട്ട്മെന്റുകളെ തരംതിരിച്ച്. നമ്മൾ ഇങ്ങനെ സാധാരണ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആ പേര് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ ഈ സർവീസസ് വിച്ച് ഇസ് പ്രൊവൈഡഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയുക സേവനങ്ങൾ അനുസരിച്ച് ദ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് ബ്രോഡ്ലി ഇൻ ടു 3. 3 ആയിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റുകളെ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, which is named as medical department, then supportive department and administrative department. Broad classification of hospital departments are ബ്രോഡ് ആയിട്ട് വളരെ വിശാലമായ രീതിയിൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 ആയിട്ടാണ്, 3 ആയിട്ടാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ബ്രോഡ് ആയിട്ട് കേട്ടോ. ഇനി ഇൻ ഈച്ച് ആൻഡ് എവറി ഈ 3 എന്താ പറയാ ബ്രോഡ് ക്ലാസിഫിക്കേഷൻസിലും ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗെയിൻ സബ് ഡിവൈഡ്, വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെയും 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്ന ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനെയും ഫർദർ ദേ ആർ ക്ലാസിഫൈഡ്, അതിനെ വീണ്ടും സബ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. And medical department is again divided into OPD and IPD. What do you mean by OPD and IPD? ഞാൻ തന്നെ പറഞ്ഞോളാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു മിക്ക ആളുകൾക്കും. OPD, what is the expanded form of OPD? Outpatient department. And what is in IPD? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് OPD എന്നും IPD എന്നുമാണ്.
And OPD is for outpatient departments. Outpatient department. ഈ ക്ലാസിഫിക്കേഷൻസിന്റെ പേരുകൾ മാത്രം നമ്മൾ ഇപ്പോൾ പഠിച്ചു വെക്കാം. ബിക്കോസ് കാരണം നെക്സ്റ്റ് പേജസിൽ നിങ്ങൾക്ക് you will go through the explanations and detailed ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. സോ നൗ ലെറ്റ്സ് ഓൺലി റെഫർ വാട്ട് ആർ ദ നെയിംസ്. ആ നെയിമുകൾ മാത്രം നമുക്കൊന്ന് റെഫർ ചെയ്യാം. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, OPD-യും IPD-യും, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ആൻഡ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് supportive department. Not only these OPD or IPD are working in a hospital. ഹോസ്പിറ്റലില് IPD അല്ലെങ്കിൽ OPD വിഭാഗങ്ങൾ മാത്രമല്ല പ്രവർത്തിക്കാം. നമുക്കറിയാം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് അത് എന്ന് പറയുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇൻപേഷ്യൻസ്, അവിടെ കിടന്ന് ചികിത്സ വേണ്ടവരുണ്ടാകും. ഔട്ട് പേഷ്യന്റ് ഡെയിലി വന്ന് പോയിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നു പോകുന്നവരുണ്ടാകും. ആൻഡ് ബിസൈഡ്സ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഒഴികെ there are some supportive departments which helps the hospital to work smoothly. അതായത് ഈ ഹോസ്പിറ്റൽസിന്റെ മറ്റ് കാര്യങ്ങൾ കൂടിയും, അതായത് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന വിഭാഗം IPD ആയിക്കോട്ടെ OPD ആയിക്കോട്ടെ, ഇവയൊക്കെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി there are some supportive departments which supports the IPD and OPD. ഈ IPD പ്രവർത്തിപ്പിക്കാനും OPD പ്രവർത്തിപ്പിക്കാനും ചില സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് കൂടി ആവശ്യമുണ്ട്. ആൻഡ് അതിനെയാണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കാം. ആൻഡ് ദിസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ അഗെയിൻ ഡിവൈഡഡ് ഇൻടു therapeutic department, general department, diagnosis department and informative department. Supportive department ne വീണ്ടും 4 classifications ആണ് കൊടുത്തിരിക്കുന്നത്: therapeutic, general, diagnostic and informative department. So let's go through what is therapeutic and which are the therapeutic departments. General department and which are the general supportive departments, which are the diagnostic departments and also which are the informative departments in a supportive department in a hospital. അപ്പൊ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സൗകര്യത്തിന് വേണ്ടിയിട്ടാ, നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാ, ടു ലേൺ ഓൾസോ ടു ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നും ഓരോന്നിലും എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ലേണിംഗിന്റെ പർപ്പസിന് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചേ മതിയാകും. നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയാണെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊന്നും പഠിച്ചിട്ടൊന്നും ഹോസ്പിറ്റൽസിലേക്ക് പോകേണ്ട. പക്ഷെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ പഠനത്തിന് ആവശ്യമാണ്. സോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേറ്റീവ് എന്ന രീതിയിലാണ്. തെറാപ്യൂട്ടിക് മീൻസ് ചികിത്സാപരമായിട്ടുള്ളത്, അതായത് നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, റിലേറ്റിംഗ് ടു ട്രീറ്റ്മെന്റ് ആണ് തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന മീനിങ്, ആ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ റിലേറ്റിംഗ് ടു ട്രീറ്റ്മെന്റ്, അഗെയിൻ ദാറ്റ് തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് ഇൻ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് 3 രീതിയിലാണ് ചികിത്സാപരമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ്, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഈ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഈ 3 ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. എന്തുകൊണ്ട് ആണല്ലോ നമ്മൾ നോക്കിയേ, ഫാർമസി വിച്ച് ഈസ് റിലേറ്റഡ് ടു ട്രീറ്റ്മെന്റ്. ദാറ്റ് മീൻസ് നമുക്ക് ഇഫ് യു ഹാവ് എനി ഹെൽത്ത് ഇഷ്യൂസ് ഓർ ഇൽനെസ് ഓർ സിക്നെസ്, വി ഹാവ് ടു ഗോ ഫോർ ദ കൺസൾട്ടേഷൻ വിത്ത് എ ഡോക്ടർ. അല്ലെ, നമ്മളൊരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവരെയോ നമ്മൾ പോയി കാണുന്നു, നമ്മളുടെ കാര്യങ്ങൾ പറയുന്നു, നമ്മളോടും ഇങ്ങോട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ആൻഡ് അവര് നമ്മളുടെ കമ്മ്യൂണിറ്റി ചിലപ്പോ അവർക്ക് ആ സംസ്ഥാനത്തിൽ കൂടി തന്നെ they can understand what is the sickness or illness, എന്താണ് ഹെൽത്ത് ഇഷ്യൂ എന്ന് അവർക്ക് ചിലപ്പോൾ അവർ കമ്മ്യൂണിക്കേഷനിലൂടെ they can understand. But all that communications cannot provide well information to the doctors which is the illness or which is the reason of that illness or sickness. എന്നാൽ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രം ഈ നമ്മുടെ ഫിസിഷ്യൻസിനോ ഡോക്ടേഴ്സിനോ they cannot conclude what is the cause, എന്താണ് അതിന്റെ കാരണം എന്ന് ചിലപ്പോൾ അവർക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല.
അപ്പോ ചിലപ്പോ ദേ ഹാവ് ടു ടേക്ക് സം എന്താ പറയാ ഇൻഫോർമേഷൻസ്, മറ്റ് രീതിയിലൊക്കെ അവർക്ക് ഇൻഫോർമേഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. ആൻഡ് ദേ വിൽ റെഫർ സം മെഡിസിൻസ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്ത് കുറച്ച് റെഫർ ചെയ്ത് കുറച്ച് മെഡിസിൻസോ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചിലപ്പോ ചില കാര്യങ്ങളോ ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തരും. അതാണ് ഫാർമസി അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ കാരണം. തെറാപ്യൂട്ടിക് ചികിത്സ ട്രീറ്റ്മെന്റുമായി റിലേറ്റ് ചെയ്യുന്നത് ഒന്നാണ്, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത്. സോ നമ്മൾ ഫാർമസിയിൽ പോയിട്ട് ആ മരുന്നുകളൊക്കെ വാങ്ങിക്കുന്നു അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ ഫാർമസിസ്റ്റ്. അതിൽ നമുക്ക് തരുന്ന മരുന്നിലൊക്കെ ഇങ്ങനെ ലേബൽ ചെയ്ത് അവർ തരും നമുക്ക് ഇന്ന മരുന്നുകളൊക്കെ. അത് ഫാർമസിസ്റ്റിന്റെ ഇഷ്ടപ്രകാരം തരുന്നതല്ല കേട്ടോ. 1 വീതം 3 നേരം 2 നേരം എന്നൊക്കെ പറഞ്ഞ് തരുന്നത് ഫാർമസിസ്റ്റ് അല്ല, അത് അവര് എഴുതി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിച്ച് ഇസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഫിസിഷ്യൻ ഓർ ദ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ. ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ അതിൽ അവരത് ലേബൽ ചെയ്ത് തരുമ്പോൾ നമ്മളത് കൃത്യമായിട്ടൊക്കെ ഫോളോ ചെയ്ത കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിക്കുമ്പോഴാണ് നമ്മളുടെ ആ രോഗത്തിന് ഒരു എന്താ പറയാ ശമനം വരെ, അല്ലെ, നമുക്ക് നമ്മളുടെ ആ ഒരു ഇൽനെസ് മാറ്റാൻ സാധിക്കുക. ആൻഡ് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി, അല്ലെ. നമ്മളുടെ എല്ലുകൾക്ക് മസിൽസിനൊക്കെ ചില എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി മെഡിസിൻസ് ക്യാൻ ക്യൂർ ദാറ്റ് ട്രീറ്റ്മെന്റ്, അല്ലെ, ദാറ്റ് സിക്നസ്. അത്തരം രോഗങ്ങളെ മാറ്റാനായിട്ട് ചിലപ്പോൾ നമുക്ക് അകത്തേക്ക് കഴിക്കുന്ന മെഡിസിൻസ് കൊണ്ട് മാത്രം പറ്റില്ല. സോ സം മേ റിക്വയർ സം ഫിസിയോതെറാപ്പി, അല്ലെ, ചില ഫിസിയോതെറാപ്പീസ് വേണ്ടി വരും. ഹോസ്പിറ്റൽസ് nowadays ഇന്നത്തെ കാലത്തൊക്കെ ഹോസ്പിറ്റൽസ് ഓൾസോ ഇൻക്ലൂഡ് സച്ച് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദെയർ ഓൺ കോമ്പൗണ്ട്. അവരുടെ തന്നെ കോമ്പൗണ്ടിൽ ഇത്തരം ഫിസിയോതെറാപ്പി സൗകര്യപ്രദമായ രീതിയിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊരു എന്താ പറയാ ചികിത്സയുടെ ഭാഗം തന്നെയാണ്, ചികിത്സയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സോ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടത് ട്രീറ്റ്മെന്റുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളത് മാത്രമേ ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ തെറാപ്യൂട്ടിക് വിഭാഗത്തിൽ വരുന്നുള്ളൂ. പിന്നെ മറ്റൊന്നാണ് ഡയറ്ററ്റിക്സ്. എന്തായിരിക്കും ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്? അക്കോർഡിംഗ് ടു അവർ ഡയറ്റ് നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്, വാട്ട് ആർ തിങ്സ് വി ഹാവ് ടു അവോയ്ഡ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദാറ്റ് മെഡിസിൻസ്. ആ തരുന്ന അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസിന് കഴിക്കുന്ന സമയത്ത്, ആ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് നമ്മൾ ഫുഡ് ഐറ്റംസ് നമ്മൾ അവോയ്ഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. സോ അത് ഒരു ഡയറ്റിംഗ് പ്രൊസീജിയർ ആണ്. അപ്പൊ ആ ഡയറ്റിംഗ് പ്രൊസീജിയറും നമ്മുടെ ചികിത്സയുടെ ഭാഗം തന്നെയാണ്. അവര് പറയുന്നത് പോലെ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഡയറ്റ് എന്താ പറയാ ശരിയായ രീതിയിൽ നോക്കുന്നില്ല, കൺട്രോൾ ചെയ്യുന്നില്ല. ഇപ്പൊ സിറ്റിയൊക്കെ ഉള്ളപ്പോ ഡോക്ടേഴ്സ് ഒക്കെ ഇന്ന് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ക്രമത്തിൽ ഫുഡ് എന്താ പറയാ പ്രൊസീജിയേഴ്സിൽ പെടുത്തുക, ഇന്നത് അവോയ്ഡ് ചെയ്യുക. ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ബാഡ്, അല്ലെ. എന്തും അധികമായിട്ട് കഴിക്കാതെ എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ പോരെ. 4 നേരോ 3 നേരോ അല്ലെങ്കിൽ 5 നേരോ ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം തന്നെ കഴിക്കാതെ ഇന്ന ഐറ്റംസ് ഉൾപ്പെടുത്തുക. അത് നമ്മളുടെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരും. സോ യു ഹാവ് ടു ഫോളോ ദ ഡയറ്റിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഷുഡ് ബി ഫോളോഡ് ബൈ ദ പേഷ്യൻസ്. അത് നമ്മളുടെ അസുഖവുമായി ബന്ധപ്പെട്ട് അവർ തരുന്ന ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. സോ ഈ പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫാർമസി ആൻഡ് ഫിസിയോതെറാപ്പി ആൻഡ് ഓൾസോ ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. Again, the second classification of supportive department is general. That means common, which is common in a hospital. Hospital common ആയിട്ടുള്ള കുറച്ച് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് 4 ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ആ സപ്പോർട്ടീവിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ട്രീറ്റ്മെന്റ് ആണ്, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ആ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, മരുന്ന് കൃത്യമായി തെറാപ്പീസ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ഫോളോ ചെയ്ത് അക്കോർഡിംഗ് ടു ദ ഫിസിഷ്യൻ പറയുന്നത് പോലെ തന്നെ കൺട്രോൾ ചെയ്ത് പോകുക എന്നുള്ളതാണ്. Then the second classification is general department എന്ന് പറയുന്നതാണ്. Now let's see which are the again general departmentനെയും ഈ സപ്പോർട്ടീവിൽ വരുന്ന ജനറൽ വിഭാഗത്തെയും it is classified. അതും ഇതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻസ് എഴുതാൻ കൊടുത്തിട്ടുണ്ട്. 7 CSSD, housekeeping, kitchen, laundry, security, maintenance, mortuary എന്ന് പറയുന്ന 7 ക്ലാസിഫിക്കേഷൻസ് ആണ് ഏതിൽ വരുന്നത്, നമ്മളുടെ ജനറൽ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത്. ഇനി നമുക്ക് ലെറ്റ്സ് സീ വിച്ച് ഈസ് വാട്ട് ഈസ് ദീസ് ഓൾ തിങ്സ്. ഓരോന്നും ചെറിയ ഒരു എക്സ്പ്ലനേഷൻ മതി. ബിക്കോസ് ഈ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും നമ്മൾ ബ്രോഡായിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ വൈസ് ഒക്കെ നമ്മൾ ഇതിനെയൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഓരോ ചാപ്റ്ററും നമ്മൾ ഇനി ഇത് ഒന്ന് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റുകളെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. സോ ലെറ്റ്സ് നമ്മൾ ആ ഒരു ജസ്റ്റ് എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കാം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കും. സോ ഫസ്റ്റ് വൺ ഈസ്
CSSD. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം, അന്നേരം നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആകും. CSSD എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. വാട്ട് ഈസ് സ്റ്റെറിലൈസേഷൻ? സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതായത് ടു മേക്ക് സംതിങ് ഡിസിൻഫെക്റ്റന്റ്, അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻ ഹോസ്പിറ്റൽസ് നമുക്കറിയാം ദേ ആർ യൂസിങ് മെനി ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ്. ഹോസ്പിറ്റൽസിലെ സർജറീസ് നടത്താൻ വേണ്ടിയിട്ടും മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ ദേ ആർ യൂസിങ് മെനി സ്മോൾ ആൻഡ് ലാർജ് എക്യുപ്മെന്റ്സ്. പല ചെറുതും വലുതുമായിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. സിസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തെർമോമീറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്കാൽപ്പൽസ്, ചെറിയ കത്തി പോലെയുള്ള ചില സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. ആൻഡ് ചില എന്താ പറയാ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന ചില പാത്രങ്ങളൊക്കെ ഉണ്ട്, വെസൽസ് ഉണ്ടാകാം. പിന്നെ അങ്ങനെ ഒത്തിരി എക്യുപ്മെന്റുകൾ ഉണ്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ തന്നെ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ പല വീഡിയോസിലോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്തോ എപ്പോഴെങ്കിലും നമ്മൾ ചിലപ്പോൾ കണ്ടുപോയിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുക? ഒത്തിരി ഫിലിമുകളിലൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട് അല്ലെ, അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളൊക്കെ. ചെറുതൊക്കെ കുറച്ചൊക്കെ നമുക്ക് വിസിബിൾ ആകുന്ന രീതിയിൽ അവർ കാണിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ. അപ്പൊ അങ്ങനെ നമുക്കറിയാം ഈ എക്യുപ്മെന്റ്സ് വൈ ദേ ആർ യൂസിങ് ഫോർ എ പേഷ്യന്റ്. ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ് ബിഫോർ ദേ ആർ യൂസിങ് ഫോർ അനദർ പേഷ്യന്റ് അല്ലെ. ഒരാൾക്ക് അത് ഉപയോഗിച്ചു, ആ ആൾക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ അവിടെ തൂക്കം അടച്ച് അവിടെ തന്നെ വെച്ചിട്ട് അടുത്ത പേഷ്യന്റ് വന്നു, ആളെ കയറ്റി കിടത്തി ആൾക്കും ഇത് തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാണ്. നോ, അത് ശരിയായ ഒരു പ്രൊസീജിയർ അല്ല ഹോസ്പിറ്റൽസ്. ബിക്കോസ് ഓൾ ദി പേഷ്യൻസ് ഹു ആർ കമ്മിങ് ടു എ ഹോസ്പിറ്റൽ ആർ ഓഫ് ഡിഫറെന്റ് ഡിസീസസ് ഓർ സിക്നസ് ഓർ ഇൽ ഹെൽത്ത്. പല ആളുകളും വരുന്നത് എല്ലാവരും ഒരേപോലെയുള്ള രോഗങ്ങളുമായിട്ടല്ല, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസസ് ആണ് വിച്ച് ആർ ഈസിലി കണ്ടാമിനേറ്റഡ് ടു അതേഴ്സ് അല്ലെ. പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് പകരാൻ വളരെ സ്പീഡായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഡിസീസസുമായിട്ടും ഒക്കെ പേഷ്യൻസ് ഒരുപാട് ഹോസ്പിറ്റൽസിൽ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആളുകളിൽ ഉപയോഗിച്ച ഇത്തരം എക്യുപ്മെന്റ്സ് കനോട്ട് ബി യൂസ്ഡ് ഫോർ അനദർ പേഷ്യന്റ് ഇമീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ അതൊരു മറ്റൊരാളുടെ കാര്യങ്ങൾക്ക് അപ്പൊ തന്നെ വേറൊരു ഓപ്പറേഷൻ വന്നു, അയ്യോ കൊണ്ടുപോകല്ലേ, ഇനി ഇത് കൂടി കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. നമ്മൾ വീട്ടിൽ ചില പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് കൂടി അത് ചെയ്തിട്ട് അതങ്ങോട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് വെക്കാം. അങ്ങനെയല്ല, അത് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോന്നിനും അതിൻ്റെതായ കൃത്യമായ രീതിയിൽ, കാരണം ഈച്ച് ആൻഡ് എവരി പേഷ്യൻസ് വരുന്നത് ഓരോ അസുഖവുമായിട്ടുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസസുമായിട്ടാണ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതുണ്ട്. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് അത് രണ്ടാളിലാകാം, രണ്ടിൽ നിന്ന് നാലാകാം, മൾട്ടിപ്ലൈ ചെയ്യും. അത് കൂടി വരുമെന്നല്ല പറയാം, ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ അധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. കണ്ടാമിനേഷൻ മൾട്ടിപ്ലൈ ചെയ്യും, പെരുകാണ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ പെരുകും. അപ്പൊ അത് വിച്ച് മേ കോസ് എന്താ പറയാ ഡ്രെഡ്ഫുൾ ഡിസീസ് ഓർ ഒരു വലിയ ഡേഞ്ചർ ഒരു സിറ്റുവേഷൻസിലേക്ക് ഹോസ്പിറ്റൽസിൽ പോകാൻ സാധ്യതയുണ്ട്. സോ ബിക്കോസ് there are many people who are working in a hospital including nurses, staffs, workers, പിന്നെ other patients, doctors. ഒത്തിരി ഒരു വലിയ ഒരു എന്താ പറയാ ഒരു കൂട്ടം ആളുകളാണ്, ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഒരു ഹോസ്പിറ്റൽസിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നതും അവിടുത്തെ ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നത്. അപ്പൊ ഒരാളിൽ നിന്ന് 4 ആളിലേക്കും 8 ആളിലേക്കും 16 ആളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വിചാരിക്കാം. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു, കാരണം ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ്. ഒരുപാട് ആളുകളുള്ള സ്ഥലത്ത് ഏതെങ്കിലും ചെറിയ ഒരു ഡിസീസ് പൊട്ടിപ്പുറപ്പെട്ടാൽ അത് വലിയൊരു ഗ്രൂപ്പിലേക്ക്, വലിയൊരു സൊസൈറ്റിയിലേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അത് ഒക്കെ കൺട്രോൾ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ഹോസ്പിറ്റൽസിൽ ഉണ്ട്. ചില ഹോസ്പിറ്റൽസിൽ ചെറുതായിരിക്കാം, ചില ഹോസ്പിറ്റലിൽ നമുക്ക് പുറം രാജ്യങ്ങളിലൊക്കെ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. CSSD എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് എന്താ പറയാ ഭയങ്കര വലിയ ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ അത്രയും സൈസിലുള്ള ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് കാണാൻ സാധിക്കും. ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ ചില ഹോസ്പിറ്റൽസിന്റെ അത്രയും തന്നെ വലിപ്പം തന്നെയുള്ള ഈ പറയുന്ന CSSD-കളുണ്ട്. അത് ഒരു എന്താ പറയാ ഒരു പാത്വേ ആണ്. ഒരു വഴിയില് ഒരു എന്താ പറയാ ഓപ്പണിങ്ങില് അല്ലെങ്കിൽ ഒരു എൻട്രൻസിൽ ഈ പറയുന്ന സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് ഓരോ ഐറ്റംസ് ആയിട്ട് സോർട്ട് ചെയ്യണം. ഇപ്പൊ സിസേഴ്സ് ഒക്കെ ചെറുത് തുടങ്ങി വലുത് വരെ ഒരെണ്ണത്തില്, അങ്ങനെ ഓരോ എന്താ പറയാ ക്യാബിൻസിലേക്ക് അവർ എന്ത് ചെയ്യുന്നു എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് അവര് ഒരു എൻട്രൻസിൽ കൂടി അത് കയറ്റി വിടും. കയറ്റി കഴിഞ്ഞിട്ട് അത് അകത്തേക്ക് കൂടി കടന്നു പോയി നമ്മളൊന്നും ചെയ്യണ്ട. നമ്മള് സ്വന്തം ഹാൻഡ് വർക്ക് അല്ല, അത് ചില വലിയ
വലിയ എക്യുപ്ഡ് ആയിട്ടുള്ള വലിയ ഹോസ്പിറ്റൽസിൽ ഇന്ന് അതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു എന്താ പറയാ ഓട്ടോമാറ്റിക് ഒരു പ്രവൃത്തിയാണ് അവിടെ ചെയ്യുന്നത്. ഓപ്പറേഷൻസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസിന്റെ സഹായത്തോടെയാണ് അത് പ്രവർത്തിക്കുക. സോ ആ ഒരു എൻട്രൻസിൽ വി വിൽ കീപ് ദാറ്റ് ഓൾ തിങ്സ് സോർട്ട് ചെയ്തിട്ടാണ് വെക്കുക. ഓരോ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യുക. ഓരോന്ന് സോർട്ട് ചെയ്ത് ഓരോ ഇതിലായിട്ട് ക്യാബിനിലായിട്ട് അങ്ങനെ വെച്ച് അത് ഒരു എൻട്രൻസിൽ കൂടി കയറി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഈച്ച് ആൻഡ് എവറി പ്രോസസ് എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് പാത്തിലൂടെ അത് കടന്ന് വന്ന് എക്സിറ്റ് ചെയ്യുന്ന നമ്മളത് റിസീവ് ചെയ്യുന്നു. കെട്ടി വെക്കുക, എൻഡ് ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രം ചെയ്യാൻ ഒരു മാൻ അവിടെ ആവശ്യമുള്ളൂ, ഒരു പീപ്പിളിന്റെ ആവശ്യമുള്ളൂ, ഒരു ഹ്യൂമൻ റിസോഴ്സ് അന്നേരം മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അപ്പൊ ഇതെല്ലാം ചെയ്ത് ക്ലീൻ ചെയ്ത് ഈ സംഭവം വരുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി അഗൈൻ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് വേർ ദേ ആർ നീഡഡ്. അവർക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്നിട്ട് ക്ലീൻ ചെയ്ത് സോർട്ട് ചെയ്ത് വീണ്ടും അങ്ങോട്ടേക്ക് അവർക്ക് കൊടുക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ കാർഡിയോളജിയിൽ ഉപയോഗിക്കേണ്ടതാണോ അല്ലെങ്കിൽ വേറൊരു ENT ഉപയോഗിക്കേണ്ട ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കേണ്ടതാണോ അങ്ങനെ അനുസരിച്ച് അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതാണ് CSSD എന്ന് പറയുന്നത്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റെറൈൽ ചെയ്ത് ഹോസ്പിറ്റൽസിലെ എല്ലാ എക്യുപ്മെന്റുകളും വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ഓരോ എക്യുപ്മെന്റുകളും എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് അത് തിരിച്ച് അവിടേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസിങ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD. Then what is housekeeping? See, each and every hospital atmosphere, hospital എന്താ പറയാ വാർഡുകളായിക്കോട്ടെ, ഹോസ്പിറ്റലിന്റെ ഏത് ഭാഗമായിക്കോട്ടെ, ഇതെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളത് ഹൈജീന്റെ ഒരു ഭാഗമാണ് അല്ലെ. ഹൈജീൻ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈജീന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽസ്. സോ ഈച്ച് ആൻഡ് എവറി പ്ലേസസ് വാർഡ്സ് ഓർ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലമായിക്കോട്ടെ, അവിടുത്തെ കർട്ടൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് എപ്പോഴും സർഫസ് ഒക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുന്ന, മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. Then comes the kitchen. Kitchen എന്തായിരിക്കും? Which supplies food for the patients and also the relatives who are bystanders, relatives അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൂടെ വന്നിരിക്കുന്നവരോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് സപ്ലൈ ചെയ്യുന്ന ഒരു ക്യാൻറ്റീൻ. നമുക്ക് മറ്റൊന്ന് വാക്കിൽ ഉപയോഗിക്കാം, നമുക്ക് ക്യാൻറ്റീൻ എന്നും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ക്യാൻറ്റീൻസ് അല്ലെങ്കിൽ കിച്ചൺസ്, അവിടെയും നമുക്കറിയാം കിച്ചൺസ് ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി ആ കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണെന്ന് എന്താണ് പറയാ, കിച്ചണിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എത്ര ഹൈജീനിക് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, തോന്നിയ പോലെയാണോ? കാരണം ഇത് കൊടുക്കേണ്ടത് ആർക്കാ? മെയിൻലി ഫോർ ദ പേഷ്യൻസ് ആണ്. പേഷ്യൻസിന് രോഗം ഉള്ള ആളുകളാണല്ലോ ഒരു ഹോസ്പിറ്റൽസിൽ കിടക്കുക. അപ്പൊ ഇവർക്ക് സപ്ലൈ ചെയ്യുന്ന ഫുഡ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, ഹൈജീനിക് ആയിരിക്കണം, യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും വരാത്ത സൂക്ഷിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്താൽ അവരുടെ ഡിസീസസ് വിൽ ഇൻക്രീസ്, അവർ കൂടുതൽ ചെയ്യുള്ളൂ, മോർ ഇൻഫെക്റ്റഡ് ആവും, ദേ ബിക്കം മോർ ഇൻഫെക്റ്റഡ്. സോ അത് എന്താണ് പറയാ, ഹോസ്പിറ്റൽസിന് ഭയങ്കര പോരായ്മയായിരിക്കാം, ലിമിറ്റേഷൻ ആയിരിക്കാം, അതൊരു അവരുടെ ഒരു ഡിമെറിറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് കിച്ചൺസ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കി മനസ്സിലാക്കി അതിനെയൊക്കെ കൃത്യമായിട്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കിച്ചൺ എന്ന് പറയുന്നത്. ദെൻ എന്താണ് ലോണ്ട്രി. ലോണ്ട്രി എന്ന് പറയുമ്പോഴും നമുക്ക് കേട്ടപ്പോ മനസ്സിലായിട്ടുണ്ടാകും. ലോണ്ട്രി എന്ന് പറയുന്നത് ദ ക്ലോത്ത്സ്, ലിനൻസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അവിടുത്തെ കർട്ടൻസ് ആയിരിക്കാം, പേഷ്യൻസിന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ബെഡ് ഷീറ്റ്സ്, കവേഴ്സ് ഓഫ് പില്ലോ കവേഴ്സ്, പിന്നെ ലിനൻസ് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന അവരുടെ എന്താ പറയാ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന കോട്ട്സ്, നഴ്സുമാരുടെയും അതുപോലെ തന്നെ ഇതെല്ലാം ഓൾസോ ഷുഡ് ബി കെപ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ. ഇറ്റ് ഷുഡ് ബി വാഷ്ഡ് ഫ്രം ടൈം ടു ടൈം. ഓരോ സമയത്ത് അത് വാഷ് ചെയ്ത് പ്രസ് ചെയ്ത് അയൺ ചെയ്തൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അതിലുണ്ടാകുന്ന സ്റ്റെയിൻസ് ഒക്കെ ഒത്തിരി എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ബ്ലഡോ അതുപോലെയുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ്, നമുക്കറിയാം ഹ്യൂമൻ മനുഷ്യന്മാരാണ്, രോഗാവസ്ഥയിൽ നമുക്ക് നമ്മളെ തന്നെ സ്വന്തമായിട്ട് ഹൈജീനിക് ആയിട്ട് വെക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലും വരുന്ന പേഷ്യൻസ് ഉണ്ടാകുമല്ലോ. നമുക്കിപ്പോ സ്വന്തമായിട്ട് ഇപ്പൊ നമ്മൾ ഹൈജീനിക് ആയിട്ട് ഇരിക്കണമെന്ന് വെൻ വി ആർ ഹെൽത്തി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് അറിയാം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഹൈജീനും കൂടി ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫ്ലൂയിഡോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് അത് വാഷ് ചെയ്തും എന്തെല്ലാം നമുക്ക് സാനിറ്റൈസ് ചെയ്തൊക്കെ ഇരിക്കാൻ അറിയാം. പക്ഷെ അസുഖം വന്നിരിക്കുന്ന ഒരു രോഗിക്ക് ചിലപ്പോൾ അവർക്ക് തന്നെ അത് ചെയ്യാൻ പറ്റില്ല. സോ ആ രോഗിയിൽ നിന്ന് നമ്മളുടെ ഡ്രസ്സിലേക്കും നമ്മളുടെ ശരീരത്തിലേക്കും ഒക്കെ ഇത്തരം ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ബ്ലഡൊക്കെ വീഴാനുള്ള സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഉടുപ്പിലൊക്കെ ഡ്രസ്സിൽ അവര് ഡോക്ടേഴ്സൊക്കെ ഇവരെ എന്താ പറയാ നോക്കുന്ന സമയത്ത് അവരുടെ ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് ഇവരുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ ഇറ്റ് വിൽ കം ഇൻ ടു കോൺടാക്ട് വിത്ത് അവർ ഡ്രസ്, അവരുടെ ഡ്രസ്സിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ബിഫോർ ഗോയിങ് ടു ദ നെക്സ്റ്റ് പേഷ്യന്റ്, അടുത്ത പേഷ്യന്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ്
ആ സാധനം നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിരിക്കണം. നേരത്തെ പറഞ്ഞ റീസൺ തന്നെയാണ്. കാരണം ഒരു പേഷ്യന്റിനുള്ള ഡിസീസ് അല്ല നെക്സ്റ്റ് പേഷ്യന്റിനുള്ളത്. സോ ഈ രോഗിയുടെ അടുത്തുള്ള രോഗാണുക്കളെയും കൊണ്ട് നെക്സ്റ്റ് ഒരു പേഷ്യന്റിന് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് അത് മാറ്റിയിട്ട് ആണ് ഡോക്ടേഴ്സ് തന്നെ പല നമ്മൾ കൺസൾട്ടേഷന് വേണ്ടി ചെല്ലുമ്പോൾ ചില ആളുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അവര് ചിലപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടായിരിക്കും, ചിലപ്പോൾ അടുത്ത ആൾ വരുമ്പോൾ അത്രയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല എങ്കിൽ they will remove the gloves and also they will wash their hands before treating the next patient. അടുത്ത ആളെ നോക്കുന്നതിനും അവർ വാഷ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ, ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും ഡോക്ടേഴ്സ് ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പൊ അവര് അടുത്ത ആളെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ they will go for a hand wash. അവര് പെട്ടെന്ന് തന്നെ ഹാൻഡ് ഒക്കെ വാഷ് ചെയ്ത്, ഇപ്പൊ ഗ്ലൗസ് ആണെങ്കിൽ they will remove it. അപ്പൊ അടുത്ത പേഷ്യന്റ് ഇനി രോഗമുള്ള ആളാണെങ്കിൽ അവര് വീണ്ടും ഗ്ലൗസ് ധരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം തന്നെ ഹൈജീന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് ആൻഡ് എവറി തിങ്സ് ഐറ്റംസ്, ഈവൻ ദ കർട്ടൻസ്, ക്ലോത്ത്സ്, ടേബിൾ ക്ലോത്ത്സ് ആകാം, കോട്ട്സ് ഫോർ സർജറി അവർ ഉപയോഗിക്കുന്ന സർജിക്കൽ കോട്ടുകളാകാം, ഈച്ച് ആൻഡ് എവറിത്തിങ് should be washed from time to time and also should be ironed and kept. ഇതെല്ലാം വാഷ് ചെയ്ത് കൃത്യമായിട്ട് അയൺ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ നേരത്തെ CSSD പറഞ്ഞതുപോലെ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ സോർട്ട് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യുന്നു. എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യല്ല ചെയ്യാം. ഓരോ ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കിട്ടും ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ അന്നേരം പഠിക്കാം, അത് മതി. എല്ലാം തന്നെ വാഷ് ചെയ്തിട്ടായിരിക്കും അടുത്ത ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ ഓരോരുത്തർ അപ്പൊ എത്രത്തോളം ലോണ്ടറി വേണ്ടി വരും ഓരോ പേഷ്യന്റിന്. ഇപ്പൊ ബെഡിലൊക്കെ ഒത്തിരി ബെഡ്സ് ഒക്കെ ബെഡിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് എത്ര ബെഡ്സ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഇൻ പേഷ്യൻസിന് എന്താ പറയാ കൊടുക്കുന്ന ബെഡിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ലോണ്ടറി ആ ഒരു പ്രൊപ്പോർഷനിൽ ആ ഒരു റേഷ്യോയില് അവര് സൂക്ഷിക്കണം. ഐ തിങ്ക് ഒരു ബെഡിന് അനുസരിച്ച് ഒരു ബെഡിലേക്ക് ഒരു 6 പെയർസ് ഓഫ് ബെഡ് കവേഴ്സ് ഓർ പില്ലോ കവേഴ്സ് വേണം എന്നുള്ള രീതിയിലാണ്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഏറ്റവും മിനിമം ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബെഡ് ഉണ്ടെങ്കിൽ ആ ബെഡിൽ 6 സെറ്റ് ഓഫ് ലിനൻസ് വേണ്ടി വരും എന്നാണ് പറയുന്നത്. സോ ആ ഒരു പ്രൊപ്പോർഷനിലാണ്. അപ്പൊ 100 ബെഡ് ഉണ്ടെങ്കിൽ എത്ര വേണമെന്ന് അതൊന്ന് നോക്കുക. അപ്പൊ ആ ഒരു പ്രൊപ്പോർഷനിലാണ് ലിനൻസിന്റെയും അതുപോലെ തന്നെ അവിടെ തന്നെ ക്ലോത്ത്സിന്റെ ഒക്കെ ഒരു പ്രൊപ്പോർഷൻ പറയുന്നത്. അപ്പൊ അതെല്ലാം തന്നെ വാഷ് ചെയ്തൊക്കെ വേണം എന്ത് ചെയ്യാനായിട്ട് നെക്സ്റ്റ് യൂസിലേക്ക് ഉപയോഗിക്കാൻ. ദെൻ കംസ് ദ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്? സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽസിന് സെക്യൂരിറ്റി വളരെ അത്യാവശ്യമാണ് അല്ലെ. ഒത്തിരി പേഷ്യൻസ് വന്നു പോകുന്നുണ്ട്, അവരുടെ ആളുകൾ വന്നു പോകുന്നുണ്ട്. ആ ആളുകളൊക്കെ എൻ്റർ ചെയ്യുന്ന സ്ഥലത്തും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ അവർക്ക് സെക്യൂർഡ് ആയിട്ട് വെക്കേണ്ട പ്ലേസസ് ഒക്കെ ഉണ്ട്. ചില ഈ കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാവരും എന്താ പറയാ ഒരു നോ പ്ലാസ്റ്റിക് ഒരു എൻവയോൺമെന്റ് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് മിക്ക ഹോസ്പിറ്റൽസിലും when we are going to visit a patient, we are not allowed to take some things in polythene bags. ഒക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ടല്ലോ. പണ്ടൊക്കെ രോഗിയെ കാണാൻ പോകുമ്പോൾ ആപ്പിൾ ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ട് പോകും. പോളിത്തീൻ കവറിലാണ് കടക്കാർ തരിക. പ്ലാസ്റ്റിക്സ് അവോയ്ഡ് ചെയ്യും. ഇപ്പൊ അതൊക്കെ കുറച്ച് മാറിയിട്ട് നമ്മുടെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗുകളാണ് ഇപ്പൊ സൂക്ഷിക്കുന്നത്. അപ്പൊ ഇത്തരം സാധനങ്ങളൊന്നും കൊണ്ടുപോകാനായിട്ട് അനുവദിക്കില്ല. അപ്പൊ സെക്യൂരിറ്റി ആണ് ഇതൊക്കെ നിരീക്ഷിക്കുക. അതുപോലെ തന്നെ അപ്പൊ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിന് വളരെ നെസസറി ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഒരു സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്നതാണ്. ദെൻ മെയിൻ്റനൻസ് ഓഫ് എന്താ പറയാ ഇലക്ട്രിസിറ്റി മെറ്റീരിയൽസ് ആകാം, മെഷീൻസ് ആകാം. പലതരത്തിലുള്ള മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാർഡിയോളജിയിൽ TMT മെഷീൻസ് ഉണ്ട്, എക്കോ കാർഡിയോഗ്രാം എടുക്കാനുള്ള മെഷീൻസ് ഉണ്ട്, സ്കാനിങ് മെഷീൻസ് ഉണ്ട് ഒത്തിരി. അപ്പൊ ഇതെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ദാറ്റ് മീൻസ് ഇഫ് ഇറ്റ് ഈസ് ഹാവിംഗ് ടു ബി റിപ്പയർഡ്, എന്തെങ്കിലും തരത്തിലുള്ള ചില മിസ്റ്റേക്കുകൾ, ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ മോശമായി, വി ഹാവ് ടു മേക്ക് ഇറ്റ് റിപ്പയർഡ്. പെട്ടെന്ന് തന്നെ അത് റിപ്പയർ ചെയ്ത് വേണം നമ്മൾ അടുത്ത പ്രൊസീജിയർ അല്ലെങ്കിൽ അടുത്ത ഒരു നെക്സ്റ്റ് മിനിറ്റിൽ അടുത്തൊരു കാര്യം വന്നാലോ ഒരു കേസ് വന്നാലോ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ വി ഹാവ് ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. അതിനെ റിപ്പയർ ചെയ്ത് തന്നെ വെക്കണം. അല്ലെങ്കിൽ പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഹോസ്പിറ്റൽസിന് സംഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ മെയിൻ്റനൻസ് വിഭാഗം എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഇലക്ട്രിസിറ്റി പെട്ടെന്ന് പവർ ഓഫ് ചെയ്ത് പോയി ഇൻപേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എന്താ പറയാ റൂംസിൽ പവർ സപ്ലൈ ഇല്ല, അവർക്ക് ലൈറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഫാൻ കറങ്ങുന്നില്ല, ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ കംപ്ലൈന്റുകൾ ഒഴിവാക്കണം. കംപ്ലൈന്റ്സ് ഒക്കെ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഹോസ്പിറ്റലിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിമാർക്കാണ് പുറത്തേക്ക് കൊടുക്കുക അല്ലെ. നമുക്കറിയാം ഇതും ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും ഇറ്റ്സ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് മെയിൻ എയിം ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. നമുക്കറിയാം ഏത് ഓർഗനൈസേഷനും പോലെ തന്നെ ഏത് സംരംഭവും പോലെ തന്നെ ഹോസ്പിറ്റൽസും ഇന്നും
മീനിങ് എന്ത് ബിസിനസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ്. സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദയർ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദേ ഷുഡ് പ്രൊവൈഡ് വെരി സ്മൂത്ത്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡീലിംഗ്സ് ആയിരിക്കണം കസ്റ്റമേഴ്സുമായിട്ട് ഉണ്ടാകുക. സോ ദ പേഴ്സൺസ് ഹു ആർ എൻറ്ററിംഗ് ദ ഹോസ്പിറ്റൽ റിയലി ദേ ആർ ദ കസ്റ്റമേഴ്സ്. അവര് കസ്റ്റമേഴ്സ് തന്നെയാണ്. അപ്പൊ അവർക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം ഹോസ്പിറ്റൽസിൽ. അപ്പൊ അതിന് ഈ പറയുന്ന മെയിൻ്റനൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ 2 ദിവസം നമ്മളെ അഡ്മിറ്റ് ചെയ്തു, അവിടുത്തെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ AC ഒക്കെ ഉണ്ടായിരിക്കും, അപ്പൊ അത് വർക്ക് ചെയ്യുന്നത്. AC യുടെ സാധനം വെച്ചിട്ടുണ്ട്, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. എന്താണ്? പേര് മാത്രമേ ഉള്ളൂ, വർക്കിംഗ് അല്ല. അപ്പൊ നമ്മളത് ഇൻഫോം ചെയ്യും. നമ്മൾക്ക് അതിൽ നിന്ന് അതിന്റെയും കൂടെ ഒക്കെ ചാർജ് ചെയ്തിട്ടുള്ള ബില്ലാണ് ലാസ്റ്റ് ഇങ്ങോട്ട് വരിക. അപ്പൊ ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഡെമോ മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ആണെങ്കിലോ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കും അല്ലെ. അപ്പൊ നമ്മള് 10 ആളോട് പറയും പുറത്തേക്ക്, അവിടെ ഇത് മാത്രമേ ഉള്ളൂ, പക്ഷെ അവരെ കസ്റ്റമർ സർവീസ് ഇസ് വെരി എന്താ പറയാ പുവർ എന്ന് നമ്മൾ 10 ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നെഗറ്റീവ് റിമാർക്ക്, അവർക്കുള്ള ഒരു നെഗറ്റീവ് റിമാർക്കാണ്. അപ്പൊ ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്ത് ഇതിനെയൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിൽ ആക്കി വെക്കുക എന്നുള്ള ഒരു മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ നെസസറി ഇൻ എ ഹോസ്പിറ്റൽ അണ്ടർ ദ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അറിഞ്ഞു. ദെൻ ലാസ്റ്റ് കംസ് ദ മോർച്ചറി. ഇൻ എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് മോർച്ചറി. As you know, എല്ലാവർക്കും അറിയാവുന്നതുപോലെ മോർച്ചറി ഓർ അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് മോർഗ് ഇൻ ഫ്രഞ്ച്. ഇംഗ്ലീഷിലൊക്കെ മോർഗ് എന്ന് തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ മോർച്ചറി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. The dead bodies are kept for some time, either for enquiry purpose or investigation purpose or for examination purpose അല്ലെ, അല്ലെങ്കിൽ ഫോർ എന്താ പറയാ നമ്മളുടെ ഈ മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന ഡെഡ് ബോഡീസ് ഒക്കെ എന്തെങ്കിലും ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ടോ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ സൂക്ഷിക്കുന്ന ഒരു താൽക്കാലികമായ ടെമ്പററി ഹൗസ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. താൽക്കാലിക ഒരു സ്ഥലം മാത്രമാണ്. അവിടെ കുറച്ച് ദിവസത്തേക്ക് ആകാം അങ്ങനെ സൂക്ഷിക്കുന്നു. ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. അപ്പൊ നമ്മൾ സ്ട്രേഞ്ചർ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാം, എവിടെയെങ്കിലും വെച്ചിട്ട് ആക്സിഡന്റിൽ പെടുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അപ്പൊ ആ പരിസരത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക് ആയിരിക്കും മാറ്റുക. അപ്പൊ പെട്ടെന്ന് മരിച്ചു പോയെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കണ്ടു കൺഫേം ചെയ്തു ഹീസ് ഡെഡ് എന്ന് മനസ്സിലാക്കി ഹി ഓർ ഷി, അപ്പൊ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ മോർച്ചറിയിൽ സൂക്ഷിക്കാം. സോ ദാറ്റ് ഇത് പേപ്പറിലോ മറ്റു ഏതെങ്കിലും മീഡിയയിൽ അഡ്വർടൈസ് ചെയ്ത് കഴിയുമ്പോൾ someone will come for identification. അവരുടെ വീടുകളിൽ ആരെങ്കിലും വീടുകളിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ അവർ വന്ന് അന്വേഷിക്കുന്നു. they have to identify whether the person is correct, ആളാണോ എന്ന് നോക്കി മനസ്സിലാക്കേണ്ട ആ ഒരു അത്രയും സമയത്തേക്കൊക്കെ സൂക്ഷിക്കണം. അപ്പോ ടെമ്പററി ആയിട്ട് ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന ദാറ്റ്സ് കോൾഡ് മോർച്ചറി. അപ്പൊ ജനറൽ സപ്പോർട്ടീവില് ജനറൽ വിഭാഗത്തിൽ വരുന്നതാണ് CSSD. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണെന്ന്. ഒറ്റ പ്രാവശ്യം കേട്ടത് അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്നെങ്കിലും ഓർത്തിരിക്കുക. CSSD സ്റ്റെറിലൈസേഷൻ ആണ്. ഹൗസ് കീപ്പിംഗ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഹോസ്പിറ്റൽ വാർഡ്സും റൂംസും അതുപോലെ തന്നെ വഴിയും പാത്വേ എവിടെയാണെങ്കിലും എല്ലാം ക്ലീൻ ആക്കുക. കിച്ചൺ ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ടതാണ്. ലോണ്ടറി, അവിടുത്തെ ലിനൻസ്, ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന കോഡ്സ്, അവരുടെ സർജിക്കൽ പ്രൊസീജിയറിൽ ഉപയോഗിക്കുന്ന യൂണിഫോംസ് എല്ലാം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കേണ്ട അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലാണ് ലോണ്ടറി. സെക്യൂരിറ്റി ഹു മേക്ക് സെക്യൂർഡ് ദ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ്, ഹോസ്പിറ്റലും അതിന്റെ സറൗണ്ടിങ്സ് ഒക്കെ സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. മെയിൻ്റനൻസ് മീൻസ് മെയിൻറ്റെയിനിങ് ഈച്ച് ആൻഡ് എവറി മെഷീൻസ് വിച്ച് ഈസ് ഓക്യുപ്പൈഡ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള മെഷീൻസും എന്താ പറയാ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർമെന്റ് ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ അപ്പൊ തന്നെ ഒന്ന് വിളിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന റിപ്പയർമെന്റുകാരനല്ല. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ ഇഫ് എനി ഓട്ടോമാറ്റിക് മെഷീൻസ് ബ്രേക്സ് ഡൗൺ we will call for a maintain person അല്ലെ, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളെ വിളിക്കും. അവര് പറയാം അതേ ഓടി വരണം എന്നൊക്കെ പറയും, പക്ഷെ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക. അത് നമ്മുടെ വീടുകളിലാവുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളത് ആ ഒരു എന്താ പറയാ അതിന്റെ ആ ഒരു അഭാവം അല്ലെ, അതിന്റെ ആ ഒരു ഇല്ലായ്മ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ നികത്തും. പക്ഷെ നമുക്ക് കഴിക്കാനും ഇപ്പൊ മിക്സി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു മിക്സി അടുത്ത് വാങ്ങിക്കാനോ നമ്മൾ നോക്കും. അതല്ലേ പരമാവധി നമ്മളുടെ കേരളീയരുടെ സ്വഭാവം എടുക്കുക, റബ്ബർ ബാൻഡൊക്കെ വലിച്ചിട്ടിട്ട് എങ്ങനെയൊക്കെ നമ്മളതൊന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് നോക്കും.
പക്ഷെ ഒട്ടും തന്നെ ഇപ്പൊ നമ്മൾ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് അത് മെഷീൻ നോക്കി ശരിയാവില്ല, ഇതിന്റെ മെയിൻ പാർട്ട് അത് തന്നെ വാങ്ങിക്കാൻ ഇത്ര രൂപ വേണം, അപ്പൊ നമ്മളൊന്ന് കമ്പയർ ചെയ്യും. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് മെയിൻറ്റെയിനിങ് അഗെയിൻ അത് തന്നെ വീണ്ടും തന്നെ ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പകരം വി ക്യാൻ റിപ്ലേസ് ഇറ്റ് വിത്ത് അനദർ ന്യൂ വൺ, അല്ലെ പുതിയതുമായിട്ട് നമുക്ക് റിപ്ലേസ് ചെയ്യാൻ നമ്മൾ ചിന്തിക്കൂലേ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലെ മെഷീൻസും ഇതുപോലെ തന്നെ എവറി ടൈം അത് മെയിൻറ്റെയിൻ ചെയ്യണം. കറക്റ്റ് ആണോന്ന് ഒരു പേഷ്യന്റിനെ കയറ്റിയിട്ട് ആൾക്ക് വേണ്ട പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അത് ചിലപ്പോ പല കാര്യങ്ങളിലേക്കും അത് പോകും. ഓക്കെ, അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ മോർച്ചറി ടെമ്പററി ഹൗസ് വേർ ദ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ഫോർ സം ടൈം ഓർ സം ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്കോ കുറച്ച് നേരത്തേക്കോ ഒക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ്. ഇറ്റ് ഈസ് അപ്പൊ നമ്മൾ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓരോന്ന് എന്താണെന്ന് കണ്ടു. ദെൻ കംസ് മൂന്നാമത്തെ സപ്പോർട്ടീവില് വരുന്ന ഡിപ്പാർട്ട്മെന്റിൽ ആൻഡ് ദ തേർഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക് എന്താ? അതായത് മനസ്സിലാക്കാൻ എന്താണ് അസുഖത്തിന്റെ ആ ഒരു കാരണം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മെയിൻലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ലബോറട്ടറി ആൻഡ് റേഡിയോളജി. ചില രോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലബോറട്ടറി ലാബ് ടെസ്റ്റുകൾ ഇൻക്ലൂഡിങ് ബ്ലഡ്, യൂറിൻ, ഫേസസ്, അങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ് ഏതെങ്കിലും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും, ലാബ് ടെസ്റ്റ് നടത്തും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്? ചിലപ്പോ പനി വന്നു, ആദ്യം കുറച്ച് മരുന്നൊക്കെ ഡോക്ടർ തന്നു, വൈറൽ ഫീവർ ആയിരിക്കാം, പോയി കഴിച്ചോ, 3 ദിവസമോ 4 ദിവസമോ ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ ഇറ്റ് മേ റെഡ്യൂസ്, അത് കുറയും, ഇല്ലാതാകും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെഡ്യൂസിങ്, അത് മാറുന്നില്ല അല്ലെങ്കിൽ കുറയുന്നില്ല എങ്കിൽ ഗോ ഫോർ അനദർ ഫോളോ അപ്പ്, വീണ്ടും ഒന്നുകൂടി വരണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു വിടും. സോ അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ വരും. അപ്പൊ നമ്മുടെ പനി കുറഞ്ഞിട്ടില്ല എങ്കിൽ ഡോക്ടർ വിൽ again we will suggest that to make a test. എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറയും. നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഏതെങ്കിലും സാധനം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പുറത്തിരിക്കുന്ന ആളുടെയോ വേറെ ആളുടെയോ അല്ല കേട്ടോ, വീട്ടിൽ നിന്നുള്ള ആളുടെ അല്ല, നമ്മളുടെ തന്നെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡുകളോ ബ്ലഡോ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യും. അതാണ് ലബോറട്ടറി ടെസ്റ്റ്. അത് പല കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റീസൺസിലേക്ക് എത്താൻ, ആ ഒരു രോഗത്തിന്റെ റീസൺ എന്താണ്, കാരണം എന്താണ്, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. അതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതാണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ റേഡിയോളജി, ചില രോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ റേഡിയോളജി എന്ന് പറയുന്ന റേഡിയോ ഐസോടോപ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ട്, റേഡിയോളജി എന്ന് പറയുമ്പോൾ ഒരുപാട് റേസ് ഒക്കെ നമ്മുടെ ശരീരത്തിന് അകത്തോട്ട് കടത്തിവിട്ടിട്ട്, അല്ലെങ്കിൽ ചില എക്യുപ്മെന്റ്സ് ശരീരത്തിനകത്തേക്ക് ഇപ്പൊ ഒക്കെ ഉണ്ടല്ലോ, കുറെ കുഞ്ഞു വളരെ ഫിസിഷ്യൻസ് ഒക്കെ ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ചെറിയ ക്യാമറാസ് ഫിറ്റ് ചെയ്തിട്ടുള്ള ചെറിയ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് കടത്തി വിട്ടിട്ടൊക്കെ വയറിനകത്തും അറ്റത്തൊക്കെ എന്തൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ മൂക്കിന്റെ ഒക്കെ ഈ തുമ്പത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറ്റത്ത് നമ്മുടെ ഈ ത്രോട്ട് വരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, തടസ്സങ്ങളുണ്ടോ? ഇപ്പൊ ഈ ചില കുട്ടികൾക്കൊക്കെ മൂക്കിൽ ദശ വളരുക, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അത് ഏതെങ്കിലും തരത്തിൽ പ്രോബ്ലമാറ്റിക് ആണോ അല്ലയോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഏതെങ്കിലും സർജറീസിലൂടെ അല്ലാതെയോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ അത് മാറ്റിക്കളയാൻ പറ്റും. അലർജീസ് ഒക്കെ കുട്ടികളിൽ വരുന്നുണ്ട്, കുട്ടികൾ മാത്രമല്ല വലിയവർക്കുണ്ട്. അപ്പൊ ഈ അലർജീസിന്റെ റൂട്ട് കോസസ് എന്താണ്, സോ അതിനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ അപ്പൊ ഇതുപോലെയുള്ള ചില എക്യുപ്മെന്റുകളൊക്കെ അകത്തേക്ക് കടത്തി വിട്ടിട്ടാ. മറ്റേത് എന്താ ചെയ്തേ? ലാബിൽ എന്താ ചെയ്യണേ? Lab only they are taking some body fluids or blood from our body and taking it outside, and they are making some tests inside the lab. ലാബിൽ വെച്ചിട്ട് അതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. മറ്റേതല്ല, റേഡിയോളജി നമ്മുടെ ശരീരത്തിന് അകത്തോട്ട് റേസ് കടത്തി വിട്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ എക്യുപ്മെന്റുകൾ കടത്തി വിട്ടിട്ടൊക്കെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അത് അധികം ശരീരത്തിലേക്ക് അകത്തേക്ക് കടത്തിവിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രോസസ് ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഒരു പരിധി വരെ ഇത് ഹാംഫുൾ ആണ്, നെഗറ്റീവ് സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ആസ് ദ കേസ് മേ ബി എന്ത് തന്നെയായാലും ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ കോസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്. എന്നാലും നമുക്ക് ശരീരത്തിന് ഹാനികരമാണ് എന്ന് തോന്നിയാലും ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട്, അവർക്ക് മനസ്സിലാക്കണം വാട്ട് ഈസ് അതിന്റെ കാരണം എന്താണെന്ന്. സോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്സില് 2 ഡയഗ്നോസ്റ്റിക് that is laboratory and radiology. Okay, and then supportive department last one is informative, which provides informations about the patients, their everything, either detailed information about a patient which is to be recorded in the hospital records. Either ഓരോ പേഷ്യൻസ് ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ആ ഇൻഫോർമേഷൻസ് ഇനി അവരെ കുറിച്ച് ഫർദർ വീണ്ടും പിന്നീട് എപ്പോഴെങ്കിലും ദേ ആർ കമ്മിങ് ഫോർ ദ ട്രീറ്റ്മെന്റ്, കുറെ നാൾ മുമ്പ് വന്നു, പിന്നീട് വരുമ്പോൾ അവർ ആ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഈ പറയുന്ന ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാനേ
ഇത് കുറെ നാളുകൾക്ക് മുമ്പ് നമുക്ക് ഒരു അസുഖം വന്നു, അത് കഴിഞ്ഞപ്പോ അന്നേരം അത് മരുന്നൊക്കെ കഴിച്ച് മാറി, പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോ വീണ്ടും അതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അത് ആ ഒരു റെക്കോർഡ്, ആളെ കുറിച്ചുള്ള പ്രീവിയസ് റെക്കോർഡ്സ് ഇഫ് ദേ ആർ അവൈലബിൾ ഇൻ ദെയർ സിസ്റ്റം. ഇപ്പൊ ഒക്കെ പുതിയ ടെക്നോളജി ആണല്ലോ എല്ലാം. ഈ പണ്ടൊക്കെ ഹോസ്പിറ്റൽസിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് റാക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ റാക്സിൽ നിന്ന് ഓരോ നമ്പേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ടായിരിക്കും. ചീട്ടുകൾ മീൻസ് കേസ് ഷീറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ കേസ് ഷീറ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ എന്താ പറയാ ചീട്ട് വാങ്ങിക്കും, അവരത് റെഫർ ചെയ്യും, എന്നിട്ട് അവര് നോക്കും ഇന്ന് 1 തുടങ്ങി 100 വരെയുള്ളത് ഈ ഒരു അട്ടിയിലായിരിക്കണേ, അടുത്തത് 101 മുതൽ 200 വരെ ഈ അട്ടിയിലാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഏത് നമ്പറാണ് നമ്മുടെ വന്നതെന്ന് വെച്ചാൽ ആ ഒരു റാക്കിൽ കൃത്യമായിട്ട് അവർക്ക് ചെന്നെടുക്കാൻ പറ്റും. പക്ഷെ ഇറ്റ് റിക്വയർസ് മോർ സ്പേസ് അല്ലെ. ഹോസ്പിറ്റൽസിൽ ഇതുപോലെ റാക്കുകളായിട്ടൊക്കെ വെച്ച് ഒരുപാട് സ്പേസ് കൊടുക്കണം അല്ലെ, അത് എടുക്കാനായിട്ട് താമസം വരും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നൗ വി ആർ ഹാവിംഗ് ന്യൂ ടെക്നോളജീസ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ സ്മോൾ ചിപ്പ് ഓർ ഫയൽ ഇൻസൈഡ് എ കമ്പ്യൂട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഇന്ന് അതൊക്കെ വളരെ ചിപ്പായിട്ടൊക്കെ നമുക്ക് കുഞ്ഞ് ഫയലുകളായിട്ട് വളരെ സ്പേസ് ഒക്കെ കുറച്ച് മതി എന്നല്ലേ. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ സ്ക്രീൻ എത്രത്തോളം ഉണ്ട് അത്രയും വലിപ്പമുള്ളൂ. അതിനകത്ത് ഈ പറയുന്ന സ്മോൾ ചിപ്പ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. സോ whenever they are having any doubts with regard to these patients, they can get the immediate updated informations from this records. എന്തെങ്കിലും തരത്തിലുള്ള റെക്കോർഡൊക്കെ ഏതെങ്കിലും പേഷ്യൻസിനെ കുറിച്ച് വേണമെങ്കിൽ അവർ ID നമ്പർ ഉണ്ട് അല്ലെ, വിച്ച് ഈസ് യുണീക്ക് നമ്പർ. എല്ലാവർക്കും ഒരേപോലത്തെ നമ്പർ അല്ല കൊടുത്തിരിക്കുക, പലർക്കും പല നമ്പറാണ്. ഒറ്റപ്പെട്ട ആ നമ്പർ നോക്കി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ they can get within no time അല്ലെ, വിതിൻ സെക്കൻഡ്സിനേക്കാളും ഫ്രാക്ഷൻസിൽ അവർക്കത് കണ്ടെത്താൻ പറ്റും. മറ്റേത് ഒത്തിരി സമയം എടുക്കും, കണ്ടുപിടിച്ച് വരണം, പിന്നെ മറിച്ച് നോക്കണം. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ആ സ്ക്രീനിൽ അവിടെ തെളിഞ്ഞു വരും, ആ ആളുടെ പേഷ്യന്റിന്റെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇൻഫോർമേഷൻസ് മെഡിക്കൽ റെക്കോർഡ്സിൽ മെഡിക്കൽ റിസോഴ്സസിനെ സംബന്ധിച്ചതാകാം, IT അതായത് പേഷ്യൻസിനെ സംബന്ധിച്ചത്, ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സും അസറ്റ്സും അതുപോലെ തന്നെ എന്തൊക്കെ എക്യുപ്മെന്റുകളും എല്ലാം ഉണ്ട്, അതിന്റെ റെക്കോർഡ് വേണം. എന്തൊക്കെ പേഷ്യൻസ് വന്നു പോകുന്നുണ്ട് അവരെ കുറിച്ചുള്ള റെക്കോർഡ്സ് വേണം. ഈച്ച് ആൻഡ് എവറിത്തിങ് ഷുഡ് ബി റെക്കോർഡഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ ദ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻസ് അബൌട്ട് ദ മെഡിക്കൽ റിസോഴ്സസ് ആൻഡ് ഓൾസോ ദ റിഗാർഡിംഗ് ദ പേഷ്യൻസിനെ സംബന്ധിക്കുന്നതായിക്കോട്ടെ, അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ റിസോഴ്സസിനെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു വിഭാഗം. അതിനെയാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. ആൻഡ് ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്മൾ എന്തിന്റെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. And the administrative department is again classified into 3, which is administrative, finance and human resource. ഈ 3 ആയിട്ടാണ് വീണ്ടും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിന്റെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ദാറ്റ് മീൻസ് ദ അഡ്മിനിസ്ട്രേറ്റിംഗ് തിങ്സ്, അതായത് എല്ലാ തരത്തിലുള്ള മാനേജ്മെന്റ് ഹോസ്പിറ്റൽസിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കട്ടെ, ഇതെല്ലാം അഡ്മിനിസ്റ്റർ ചെയ്യണം. അതാണ്. അപ്പൊ എന്താ പറയാ, അവിടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് എല്ലാം ഒക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്ത് നോക്കണമല്ലോ. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്? ഫിനാൻഷ്യൽ പ്രോബ്ലംസിന്റെ കാര്യങ്ങളൊക്കെ, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുക. അതായത് there are many incomes in the hospital and also payments which is done in the hospital. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മെഡിസിൻസ് വാങ്ങിച്ചു വെക്കാൻ, അവിടെ പല എക്യുപ്മെന്റ്സ് വാങ്ങിച്ചു വെക്കാൻ, ഇതിനൊക്കെ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ കാര്യങ്ങൾ ഇതെല്ലാം ഷുഡ് ബി റെക്കോർഡഡ് അല്ലെ. ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. കാരണം ഫിനാൻഷ്യൽ എന്ന് പറയുന്ന മാറ്ററിൽ 1 രൂപയിൽ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാൻ പാടില്ല. അത് ഒരു നമ്മളുടെ എന്താ പറയാ ഫെയ്ത്തിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരസ്പര വിശ്വാസത്തെ കൂടി ബാധിക്കുന്ന കാര്യം ആയതുകൊണ്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഷുഡ് ബി റെക്കോർഡഡ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ഫിനാൻസ് അല്ലെ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഫിനാൻസ്. ഫിനാൻസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇവരായിരിക്കും കൈകാര്യം ചെയ്യുക. They will record all the things. And the last one is human resource, which is related to the human resource. That means the manpower who are working in a hospital. Hospital work ചെയ്യുന്ന manpower മൊത്തം ഡോക്ടേഴ്സ് ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്, സ്റ്റാഫ് നഴ്സസ് ഉണ്ട് അല്ലെ. ഇവരെല്ലാവരും തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്.
നമുക്ക് എത്രത്തോളം ഹ്യൂമൻ എന്താ പറയാ ടെക്നോളജീസ് ഡെവലപ്ഡ് ആയി എന്ന് പറഞ്ഞാലും വിത്തൗട്ട് ദ ഹ്യൂമൻ ബീങ് എനി ഓർഗനൈസേഷൻസ് കനോട്ട് ക്യാരി ഓൺ ദെയർ ഓപ്പറേഷൻസ് അല്ലെ. എത്ര വലിയ ടെക്നോളജീസ് നമ്മൾ ഇപ്പൊ വരുന്നുണ്ടല്ലോ, പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ തിങ്സും എല്ലാ കാര്യങ്ങളും ഒരു വീടുകളിൽ പോലും എന്ത് ജോലിയും ചെയ്യാൻ റോബോട്ടിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ റോബോട്ട്സുകൾ വരുന്നുണ്ടെന്ന്. പക്ഷെ ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കാൻ, ഹാൻഡിൽ ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾ ക്ലാസ്സിൽ വേണ്ടി ജോയിൻ ചെയ്തു, ലാപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്, നോട്ട്സ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ എന്താ പറയാ നമ്മളുടെ ഈ ഒരു കാര്യം പൂർത്തിയാക്കണമെങ്കിൽ ഒരാൾ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാനായിട്ട് വേണം അല്ലെ. അപ്പൊ ഒരു ഹ്യൂമൻ പവർ, അത് ആള് വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞു തരിക, അല്ലെങ്കിൽ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മനുഷ്യ സഹായത്തിന് മാൻ പവർ ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിനെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷനും കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ആ ഹെഡിൽ വരിക. അപ്പൊ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തത് എന്താണെന്നും അതിന്റെ ചെറിയ 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 എക്സ്പ്ലനേഷൻസ് നമ്മൾ ആ ഒരൊറ്റ പേജ് മാത്രമേ ഒന്ന് പഠിച്ചിട്ടുള്ളൂ. ആൻഡ് ആ ഒരു പേജ് ആണെങ്കിലും നമുക്കറിയാം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഒരു കുഞ്ഞ് ഒരു ടേബിൾ പോലെ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്, ആ ഒരു ക്ലാസിഫിക്കേഷൻസ് എങ്ങനെ. പക്ഷെ അതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഏതാണെന്ന് എല്ലാവർക്കും അറിയണമെന്ന്, എല്ലാ ഡിപ്പാർട്ട്മെന്റും എന്താണെന്ന് അറിയണമെന്നില്ല. സോ നമ്മൾ ഇന്ന് കണ്ടത് ആ ഒരു കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ബിഫോർ ദാറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞതുപോലെ ആ ചാപ്റ്റേഴ്സിന്റെ പ്രിന്റഡ് നോട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ചാപ്റ്ററിന്റെ പേരും അതുപോലെ തന്നെ എന്റെ പേരും ഒക്കെ കിട്ടിയല്ലോ അല്ലെ, നോട്ട് ചെയ്ത് വെച്ചില്ലേ നോട്ട് ബുക്കില്. ഇതിന്റെ ഒക്കെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അടുത്ത ക്ലാസ്സിൽ കയറാം. ഇപ്പൊ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും എനി ഡൗട്ട്സ്? ഇന്നിപ്പോ നമ്മൾ ക്ലാസ് ഇത്തിരി തുടങ്ങാനും വൈകി, കുറച്ച് കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തന്നു. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡൗട്ട്സ് ഒന്നുമില്ല. കാരണം ആ ഒരു കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ആ നോട്ട് വായിച്ച് നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻസ് പിന്നല്ലേ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി ഇന്നത് ഞാൻ എന്താ പറഞ്ഞേ, ഇന്ന ഡിപ്പാർട്ട്മെന്റ് IPD എന്ന് പറഞ്ഞിട്ട് എന്താ ടീച്ചർ പറഞ്ഞേ എന്ന് ആലോചിച്ച് നിങ്ങൾ ആ നോട്ട് എടുത്ത് നോക്കുമ്പോ ഒന്നുകൂടി ക്ലിയർ ആയിക്കോളും. ഓക്കെ, സോ ലെറ്റ്സ് കൺക്ലൂഡ് ടുഡേസ് ക്ലാസ്. വിൽ മീറ്റ് അഗൈൻ നെക്സ്റ്റ് ഡേ. ഓക്കെ ആണോ എല്ലാവരും? Okay, ma'am. Thank you. Thank you, madam. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. അടുത്ത ക്ലാസ് തന്നെ അടുത്ത ക്ലാസ് ഉണ്ട്. Thank you, ma'am. ഓക്കെ, Thank you, ma'am. താങ്ക് യു. Hello, teacher. Thank you, ma'am. എന്താ Thank you. Hello. പറയൂ. Hello, teacher. പറയൂ കേക്കണ്ട്. എത്ര നോട്ട്സ് വാങ്ങണം ടീച്ചറെ? അത് ഒരു 4 വാങ്ങിട്ടാ